മുത്തശ്ശൻ എന്താ കിടക്കാത്ത? എന്താ മുത്തശ്ശ? ഉറക്കം വരുന്നില്ലട മോനെ. റോഷനെ മുറുക്കി പുറത്ത് കിടത്തി ഞാൻ അവിടെ സുഖമായിട്ട്. എന്താ മുത്തശ്ശ ഇത്? ഒക്കെ ഏട്ടന് വേണ്ടി തന്നെയല്ലേ? അറിയാം, എന്നാലും ഒരു കുറ്റബോധം വേണ്ട. മുത്തശ്ശൻ ചെന്ന് കിടക്ക്. ഈ ചെയ്തൊക്കെ നല്ലതിന് വേണ്ടിയാ. അത് ഏട്ടൻ തന്നെ പറയും. മുത്തശ്ശൻ വന്നേ. നീ പോയി കിടന്നോ മോനെ. എങ്കിൽ ഞാനിവിടെ നിൽക്കാം. മുത്തശ്ശന് ഉറക്കം വരുമ്പോ ഒന്നിച്ചു പോയി കിടക്കാം. വാ മുത്തശ്ശ, സമയം കുറയല്ലേ, വന്ന് കിടക്കാൻ നോക്കു. വാ. മുത്തശ്ശ, ടോർച്ചും എടുത്തോണ്ട് വന്ന്. ഞാൻ പുറത്തിറങ്ങി നോക്കാം. ആരെങ്കിലും ഉണ്ടോടാ? ആരുമില്ല. അത് വല്ല പട്ടിയും പൂച്ച ഓടിപ്പോയായിരിക്കും. ഇവിടെ ഒന്നുമില്ല മുത്തശ്ശ. ഒന്നുമില്ല മുത്തശ്ശ. വാ പോ. വാ. എന്നാലും ആ ശബ്ദം. മുത്തശ്ശൻ വന്നേ. എടാ, ഏതായാലും ഉറക്കം വരുന്നില്ല. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇരുന്നാലോ? വെറുതെ പ്രാന്ത് പറയാതെ വന്നേ മുത്തശ്ശ. വാ, ഇങ്ങോട്ട് വന്നേ. വാ. എന്തേ? എന്നാലും ആ ശബ്ദം. ഇനി എന്തെങ്കിലും അനക്കം കേട്ടാ നമുക്കൊന്ന് നോക്കാം. മുത്തശ്ശൻ വാ. വാ മുത്തശ്ശ. എടാ, എന്നാലും ആ ശബ്ദം എനിക്ക് അങ്ങോട്ട്. മുത്തശ്ശൻ വന്നേ. വാ. അഞ്ജലി, ഇങ്ങ് വാ. പിടിക്കപ്പെടുമെന്ന് ഭയന്നിരുന്നു. ഭാഗ്യമുണ്ട്, അതുകൊണ്ട് രാഹുലും അവന്റെ മുത്തശ്ശനെ കണ്ടില്ല. ഞാൻ പറഞ്ഞതല്ലേ, പറയാനുള്ളത് ഫോണിൽ പറഞ്ഞാ മതിയെന്ന്. അല്ലെങ്കിൽ തന്നെ ഞാൻ ആകെ ടെൻഷനില്ല. അവസരം കിട്ടിയിട്ടും എനിക്ക് ദേവിക ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ചെയ്യാൻ ശ്രമിച്ച അപ്പോഴേക്കും കീർത്തിയും രാഹുലും റോഷന് കുറുകെ ചാടും. ഞാൻ പ്രഗ്നന്റ് ആണെന്ന സംശയം കീർത്തിക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. അവൾ എനിക്ക് പപ്പായ ജ്യൂസ് വരെ കൊണ്ടു തന്നു.
എന്നെ പരീക്ഷിക്കാൻ കൊണ്ടുവന്നാന്ന് ഉറപ്പാ. പ്രേം എന്തിനാ ഈ സമയത്ത് വന്നത്? നീ ഞാൻ വിളിക്കുന്നിടത്ത് വരുന്നുണ്ടോന്ന് അറിയണ്ടേ? എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നുമ്പോഴൊക്കെ നീ എന്റെ മുന്നിലുണ്ടാവണം. പിന്നെ മറ്റൊരു പ്രധാന തീരുമാനം കൂടി ഞാൻ എടുത്തു. റോഷനെ ഈ ലോകത്ത് നിന്നും എത്രയും പെട്ടെന്ന് പറഞ്ഞു വിടണം. എന്തിനാ ഇത്ര തിടുക്കം? റോഷന്റെ കുടുംബത്തിലുള്ളതൊക്കെ ഞാൻ സ്വന്തമാക്കിയതിന് ശേഷം മതി അയാളെ വക വരുത്തുന്നത്. അങ്ങനെ ആയിരുന്നല്ലോ നമ്മുടെ പ്ലാൻ. അങ്ങനെയായിരുന്നു പ്ലാൻ. പക്ഷേ കൂടുതൽ വൈകുന്നത് അപകടമാണ്. നിന്റെ വയറ്റിലൊരു കുഞ്ഞു വളരുന്നുണ്ട്. ആ കുഞ്ഞിന്റെ അച്ഛൻ ഞാന്. റോഷനുമായി നിനക്കൊരു ബന്ധവും ഇല്ല. നീ ഗർഭിണിയാണെന്ന കാര്യം അധികം മറച്ചു വെക്കാൻ കഴിയില്ല അഞ്ജലി. ഒരു നാൾ അവനടക്കം എല്ലാവരും അറിയും. അവന്റെ കുഞ്ഞല്ല നിന്റെ വയറ്റിൽ വളരുന്നതെന്ന സത്യം മനസ്സിലാക്കുമ്പോ നിന്നെ അവർ ചവിട്ടി പുറത്താക്കും. അതോടെ നമ്മുടെ പ്ലാൻ തകരും. എത്രയും പെട്ടെന്ന് റോഷനെ തീർക്കുക. കുറെ കഴിഞ്ഞ് നീ പ്രഗ്നന്റ് ആണെന്ന സത്യം എല്ലാവരോടും പറയുക. അത് റോഷന്റെ കുഞ്ഞാണെന്ന് എല്ലാവരും കരുതും. ഒരു തെറ്റിദ്ധാരണയും ഉണ്ടാവില്ല. നിന്നോട് എല്ലാവർക്കും സിമ്പതി തോന്നുകയും ചെയ്യും. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനോടും. അവൻ മരിച്ചാൽ അവനുള്ളതൊക്കെ ഭാര്യയ്ക്കും അവന്റെ കുഞ്ഞിനും. നീ പ്രഗ്നന്റ് ആയതിനാൽ ഒക്കെ നിന്റെ പേരിലാകും. റോഷന്റെ കോടികൾ വരുന്ന സ്വത്ത് നിനക്ക് സ്വന്തം. അതുമായി നമുക്ക് സുഖമായി സന്തോഷത്തോടെ കഴിയാം. റോഷന്റെ മരണം അരുൺ ഘോഷ് സാറിനെ സന്തോഷിപ്പിക്കും. നമ്മൾ അദ്ദേഹത്തിന് കൊടുത്ത വാക്ക് പാലിച്ചാൽ അദ്ദേഹത്തിന്റെ വക വലിയ സമ്മാനങ്ങൾ വേറെയും ഉണ്ടാകും. കൂടുതൽ കാത്തിരിക്കാൻ വയ്യ. എത്രയും പെട്ടെന്ന് തന്നെ റോഷനെ വക വരുത്തണം. എങ്ങനെ തീർക്കും അയാളെ? ഈ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ എവിടെയെങ്കിലും യാത്ര പോകുന്നുണ്ടോ? എങ്കിൽ അവിടെ വെച്ച് നോക്കാം. ഏയ്, യാത്രയൊന്നും പോകുന്നില്ല. താനൊന്ന് ശ്രമിച്ചു നോക്ക്. തന്റെ ആഗ്രഹമാണെന്ന് പറഞ്ഞ് എവിടേക്കെങ്കിലും യാത്ര പ്ലാൻ ചെയ്യും. 2-3 ദിവസത്തേക്ക് നോക്കണ്ട. റോഷൻ എങ്ങോട്ടും വരില്ല, ബിസിയാ. വലിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട് ഇവരുടെ കമ്പനിക്ക്. കോടികളുടെ ഓർഡർ ആണെന്നാ എന്നോട് പറഞ്ഞത്. അതിന്റെ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത് മറ്റന്നാളാ. ഇവിടെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ വെച്ച സൈൻ ചെയ്യുന്നത്. ഞാനും കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെയൊക്കെ തിരക്കായതിനാൽ അടുത്തൊന്നും ഒരു യാത്ര ഉണ്ടാവില്ല. ആ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത് ഒരു റിസോർട്ടിൽ വെച്ചാക്കിയാലോ? എന്റെ ഒരു ഫ്രണ്ടിന്റെ റിസോർട്ടുണ്ട്. താ റോഷനോട് എഗ്രിമെന്റ് അവിടെ വെച്ച് സൈൻ ചെയ്യാമെന്ന് പറ. ഒരു തെളിവ് അവശേഷിക്കില്ല. ആ റിസോർട്ടിൽ വെച്ച് അവനെ തീർക്കാം. നീ അവനെ അവിടെ എത്തിച്ചാ മതി. റിസോർട്ട് നിന്റെ ഫ്രണ്ടിന്റെ ആണെന്ന് പറഞ്ഞാ മതി. റിസോർട്ടിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ നിന്റെ ഫോണിൽ അയച്ചുതരാം. നീ നിർബന്ധിച്ച റോഷൻ വരും. നീ മിടിക്കുകയാണല്ലോ, നിനക്കതിന് കഴിയും. ഞാൻ ശ്രമിക്കാം. അപ്പോ റോഷൻ ആയുസ് മറ്റന്നാൾ വരെ. വിവേകെ, ഇനിയും കാത്തിരുന്ന നിന്റെ കല്യാണ പ്രായം കടന്നുപോകും. കീർത്തിയുടെ പുറകെ നടന്ന് വെറുതെ സമയം കളയണോ? നമുക്കൊന്ന് മാറ്റിപ്പിടിച്ചാലോ? ക്ലിയർ ആയില്ല. വേറൊരു പെണ്ണിനെ നോക്കിയാലോന്ന്. നോ, എനിക്ക് കീർത്തിയെ മറക്കാനാകുന്നില്ല. മറക്കാതിരിക്കാൻ മാത്രം ഇപ്പൊ എന്താ ഇവിടെ ഉണ്ടായത്? ആദ്യ നോട്ടത്തിൽ തന്നെ അവൾ എന്റെ മനസ്സിൽ കയറിയിരുന്നു. എടാ, ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ. നീ കേട്ടിട്ടില്ലേ? ഇനി അവളെ ഇറക്കിവിടാൻ പറ്റില്ല. സത്യം സത്യം. അവളുടെ വീട്ടിൽ പോയത് മുതൽ അവളെ സ്വപ്നം കാണാത്ത ഒരു രാത്രിയുമില്ല. ഇപ്പോ ആ ദരിദ്രവാസിയും കയറി വരുന്നു. അവനും അവൾ ഒരുമിച്ചുള്ള സ്വപ്നമാണ് കയറി വരുന്നേ. സ്വപ്നത്തിൽ നിന്ന് പിടിച്ചവനെ കട്ട് ചെയ്യണം. അതെ, ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ടാലോ? അടി വാങ്ങുന്നേ. വിവേകെ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. അവളെ വിട്ടേക്ക്. നോ 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 നോ, വിടില്ല ഞാൻ അവളെ. ഇന്ന് ഞാൻ കീർത്തിയുടെ മുന്നിൽ എന്റെ മനസ്സ് തുറക്കും. അപ്പൊ ഇത്രയും നാള് നീ തുറന്നത് പിന്നെന്തുവാ? മനസ്സല്ലേ? പാതിയേ തുറന്നുള്ളൂ.
ഇന്ന് പൂർണ്ണമായി തുറക്കും. ഓ, അപ്പൊ അല്പാൽപമായിട്ടാണ് ഈ തുറക്കുന്നത്. അതെ അവള് ആദ്യമായിട്ടാണ് മറ്റവനില്ലാതെ അവളെ തനിച്ച് കാണുന്നത്. സത്യം. ചെന്ന് മനസ്സോർക്ക്. ഓക്കെ. വിവേകേട്ടൻ രാഹുലിനെ ആയിരിക്കുമല്ലേ വിളിച്ചേ? അതെ. എനിക്ക് കീർത്തിയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നമ്മുടെ വിവാഹം നടക്കില്ല. വീട്ടുകാർ തമ്മിൽ അങ്ങനെ തീരുമാനിച്ചു. എന്നിട്ടും വിവേകേട്ടൻ ഇങ്ങനെ. എന്റെ സ്നേഹം കൊണ്ട് നിന്റെ ഈ പ്രായത്തിൽ പല അബദ്ധ പ്രണയങ്ങളിലും വീണുപോകും. അങ്ങനെ വീണുപോയതാണ് ഈ രാഹുലിന്റെ വലയിൽ. പച്ചയായ ജീവിത സത്യങ്ങളെ കുറിച്ച് നീ ചിന്തിച്ചാ ആ വല പൊട്ടിച്ച് നീ പുറത്തു വരും. ഈ ഫുട്ബോൾ കളിക്കാരുടെ കരിയറൊക്കെ എത്ര വർഷം വരെ ഉണ്ടാവും? ഏറി വന്ന ഒരു 35 വയസ്സ് വരെ. അതിനിടയിൽ അവൻ കളി അവസാനിപ്പിച്ച് റിട്ടയർ ചെയ്യും. എന്നാൽ ഞാനൊരു എഞ്ചിനീയറാണ്, ഒരു ബിസിനസ്സുകാരനാണ്, കലാകാരനും ഒരു ജോത്സ്യനും ഒക്കെയാണ്. എനിക്ക് റിട്ടയർമെന്റ് ഒന്നുമില്ല. ജീവിതാവസാനം വരെ ജോലി ചെയ്യാം. കീർത്തി എന്നെ പറ, എന്റെ കൂടെ ജീവിക്കുന്നതാണോ അതല്ല അവന്റെ കൂടെ ജീവിക്കുന്നതാണോ നല്ല ചിന്തിച്ചു നോക്ക്. ഞാനും രാഹുലും പ്രണയത്തിലാണ്, വിവാഹം കഴിക്കുന്നൊക്കെ ആരാ വിവേകനോട് പറഞ്ഞ്? അപ്പൊ അല്ലേ ഒക്കെ തെറ്റിദ്ധാരണയായിരുന്നല്ലേ? എടാ എന്തോടാ പറഞ്ഞത് കേട്ടില്ലേ? കീർത്തിയും രാഹുലും പ്രണയത്തിലല്ലെന്ന്. ഓ, രക്ഷപ്പെട്ടു. അവൻ വണ്ടി കയറ്. വിവേകേട്ട ബൈ. അത് അല്ല, അതിപ്പോ ഒന്ന് പോടപ്പേ. വിവേക് പോയി. ഉറപ്പാണ് അവര് തമ്മിൽ പ്രണയത്തിലാ. എന്നെ പറ്റിച്ചു കിടന്ന ഇവിടെ വെറുതെ വിടരുത്. അവന് എന്താ ഒരു വഴി. എന്താ ഇന്ന് ഓഫീസിൽ നിന്ന് ഇത്തിരി നേരത്തെ വരുമോ? എന്തു പറ്റി? ഇല്ല, റോഷൻ എന്റെ അടുത്ത് ഉണ്ടാവുമ്പോ ഉള്ള സന്തോഷം ഓഫീസിൽ ഇരിക്കുമ്പോ കിട്ടില്ലല്ലോ. ഞാൻ നേരത്തെ വരാൻ നോക്കാം. താങ്ക്സ്. ആ, ലേറ്റ് ആക്കണ്ട. റോഷൻ, നാളെയല്ലേ എഗ്രിമെന്റ് സൈൻ ചെയ്യേണ്ടത്? ഹോട്ടലിൽ വെച്ച് സൈൻ ചെയ്യുന്നല്ലേ പറഞ്ഞത്? അതെ, ഒരു ബോംബെ കമ്പനിയാ. പക്ഷെ MD മലയാളിയാ, ഒറ്റപ്പാലംകാരൻ. നല്ലൊരു ട്രീറ്റ് കൊടുക്കണം അവർക്ക്. ഹോട്ടലിൽ വെച്ച് തന്നെ സൈനും ചെയ്യണം. ഹോട്ടല് ബുക്ക് ചെയ്തോ? ഞാൻ എന്റെ ഓഫീസിൽ പറഞ്ഞിട്ടുണ്ട്, അവര് ചെയ്തോളും. അപ്പൊ ഇതുവരെ ചെയ്തിട്ടില്ലേ? ഇല്ല. എന്തു പറ്റി അഞ്ജലി? എന്റെ ഒരു ഫ്രണ്ടിന്റെ റിസോർട്ടുണ്ട് ആലുവയില. നമുക്ക് എഗ്രിമെന്റ് അവിടെ വെച്ച് സൈൻ ചെയ്താലോ? റോഷൻ കേട്ട് കാണും റിസോർട്ടിനെ കുറിച്ച്. പ്രകൃതി റിസോർട്ട് ഫേമസാ. ആ, ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു തവണ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ട് ഞാൻ. റിസോർട്ട് ഓണറിന്റെ വൈഫ് ലതിക എന്റെ ഒരു ഫ്രണ്ടാ. അവൾക്ക് അതിന്റെ മേൽനോട്ട ചുമതല. ഇപ്പോ ബിസിനസ് കുറവാ. ഹെൽപ്പ് ചെയ്യാൻ അവസരം കിട്ടിയ ഹെൽപ്പ് ചെയ്യണമെന്ന് അവള് പറയാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത് നമുക്ക് ആ റിസോർട്ടിൽ വെച്ചായാലോ റോഷൻ? അതിനെന്താ, നമുക്ക് ആ റിസോർട്ട് ഫിക്സ് ചെയ്യാം. റിസോർട്ടിന്റെ ഡീറ്റെയിൽസ് എന്റെ ഫോണിലേക്ക് അയക്കും. ഞാനത് ഓഫീസിലേക്ക് ഫോർവേഡ് ചെയ്യാം. അവര് ബുക്ക് ചെയ്തോളൂ. ഞാനിപ്പോ തന്നെ അയക്കാം. പിന്നെ
നാളെ രാവിലെ തന്നെ പോണം. താനെന്തായാലും എന്റെ കൂടെ വരണം. അതിന് മാറ്റമില്ല. ഞാൻ വരാതിരിക്കോ? എന്റെ റോഷന്റെ കാര്യല്ലേ അത്? അതെ, അപ്പൊ നമുക്ക് ഫിക്സ് ചെയ്യാം. ദേവിക ഭക്ഷണം കഴിച്ചോ? ആ, ഞാൻ കൊടുത്തോളാം ആന്റി. എവിടെ റോഷനും അഞ്ജലിയും? ഞങ്ങളിതാ വന്നു. ഇത് കുറച്ച് മോശമാണ്. എന്നോടാണോ? അതെ, എന്നെ നോക്കാൻ വന്ന കീർത്തി വെച്ച് വിളമ്പണു. മരുമകളായ നീ യാതൊരു ഉളുപ്പും ഇല്ലാതെ ഇരുന്ന് കഴിക്കണു. എഴുന്നേറ്റ് വിളമ്പി കൊടുക്കണേ എല്ലാവർക്കും. ഞാൻ വിളമ്പിക്കോളാം മുത്തശ്ശ. അഞ്ജലിക്കേ വല്ലാത്ത ക്ഷീണമുണ്ട്. നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു. അതെ. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുവോ? ഓ ആയിക്കോട്ടെ. അതെ, ഇടയ്ക്കിടയ്ക്ക് നിന്റെ ഭാര്യയോടൊന്ന് പറഞ്ഞു കൊടുക്ക്. എന്റെ അച്ഛ ഒന്ന് മിണ്ടാതിരിക്കോ? എന്താടാ? ഏയ് ഒന്നുമില്ല. അവന്റെ കൂടെ കളിക്കുന്ന ഒരു ഫുട്ബോൾ പ്ലെയർ അവന്റെ കാലി ചവിട്ടുന്നതായിട്ട് അവൻ സ്വപ്നം കണ്ടു, അല്ലടാ? ആ, ഇതിനിടയ്ക്ക് ഒരു സന്തോഷം നിങ്ങളോട് പങ്കുവെക്കാനുണ്ട്. എന്താ മോനെ? മുംബൈയിലെ ഒരു കമ്പനിയെ ചുമ്മാ ഒന്ന് മുട്ടി നോക്കിയതാ. അവര് നമ്മുടെ കമ്പനിയിൽ നിന്ന് കോടികൾ വിലമതിക്കുന്ന മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യാമെന്ന് സമ്മതിച്ചിരിക്കുക. ആദ്യമായിട്ടാ ഇത്രയും വലിയ ഓർഡർ കിട്ടുന്നേ. വളരെ സന്തോഷം മോനെ. അഞ്ജലി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതേ ഉള്ളൂ. ഭാഗ്യം വന്നത് കണ്ടോ? ഐശ്വര്യമുള്ള കുട്ടികൾ വീട്ടിൽ വന്ന് കയറിയാ ഇങ്ങനെ ഇരിക്കും. ശരിയാണ്. എനിക്ക് ചിരിക്കാനാ തോന്നുന്നത്. നാളെ മുംബൈയിൽ നിന്ന് കമ്പനി മാനേജർ ഇങ്ങോട്ട് വരും എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ. ഏതെങ്കിലും ഹോട്ടലിൽ വെച്ച് എഗ്രിമെന്റ് സൈൻ ചെയ്യാന്നാ ഞാൻ തീരുമാനിച്ചത്. അപ്പോഴാ അഞ്ജലി പറഞ്ഞേ ആലുവയിൽ അഞ്ജലിയുടെ ഫ്രണ്ടിന്റെ ഒരു റിസോർട്ട് ഉണ്ടെന്ന്, അവിടെ വെച്ചാകാന്ന്. സ്വന്തം ഭാര്യ പറയുമ്പോ അനുസരിക്കാതിരിക്കാൻ പറ്റുമോ? അവിടെ വെച്ചാകാമെന്ന് ഞാൻ തീരുമാനിച്ചു. ഞാനും പോകുന്നുണ്ട് റോഷന്റെ കൂടെ. അവിടെ ചെറിയൊരു പാർട്ടിയൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതെന്തിനാ ആലുവയിൽ പോകുന്നു? ഇവിടെ നല്ല ഹോട്ടലില്ലേ? അത് തന്നെയാ ഞാനും ചോദിച്ചത്. എന്റെ ഫ്രണ്ടിന്റെ ഒരു 5 സ്റ്റാർ ഹോട്ടലുണ്ട്, വേണമെങ്കിൽ അവിടെ ബുക്ക് ചെയ്യാം. കൂടുതൽ ട്രാവൽ ചെയ്യും വേണ്ട. ഞാനത് ഉറപ്പിച്ചു. ഇനി മാറ്റാൻ പറ്റില്ല, അല്ലേ റോഷൻ? അതെ. എടാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. നിന്റെ ഒരു കാര്യം.
ഹലോ. പ്രേം, നമ്മുടെ പ്ലാൻ സക്സസ്. എഗ്രിമെന്റ് സൈൻ ചെയ്യുന്നത് നമ്മൾ പ്ലാൻ ചെയ്ത റിസോർട്ട് വെച്ച് തന്നെയായിരിക്കും. ഞാനും റോഷനും നാളെ ഉച്ചയ്ക്ക് മുമ്പ് ആ റിസോർട്ടിലെത്തും. ഇന്ന് രാത്രി തന്നെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും ആ റിസോർട്ടിലെത്തും. താൻ അവിടെ എത്തിയതിനു ശേഷം രഹസ്യമായി എന്നെ കാണണം. എന്താണ് പ്ലാനെന്ന് ഞാൻ അപ്പോൾ വിശദീകരിക്കാം. ഏതായാലും നാളെ റോഷൻ ജീവനോട് അവന്റെ വീട്ടിലെത്തില്ല. കൊണ്ടുവരുന്നത് അവന്റെ ഡെഡ് ബോഡി ആയിരിക്കും. ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു അവസാനം ഉണ്ടാവുമെന്ന് കരുതിയില്ല. ശ്രദ്ധിക്കണം. ഒരു തെളിവോ അവശേഷിപ്പിക്കരുത്. കരുതലോടെ വേണം നമ്മൾ നീങ്ങാൻ.